എന്ത് മൂത്രാടാ? ആനമൂത്രാണോ? അല്ലടാ മോനെ, ഇത് പശുമൂത്രം. ഇരിക്കാൻ നോക്കി കിട്ടാ. ഇത് പോകുന്നേരെ നമ്മളാ ഗോപാലന്റെ പറമ്പ് കുറച്ച് പേരൊക്കെ ഓർക്കുക. അല്ല ചങ്ങ, അത് വേണോ? പുറത്തുനിന്ന് വാങ്ങിയാ പോരെ? ഗോപാലേട്ടന്റെ വീട്ടിലായിരുന്നു. അതപ്പോ നാടൻ പേരക്കില്ലടാ. എന്തോന്നട, വളവും ചേർക്കൂല, കെമിക്കലും ഇല്ല. എടാ ചെങ്ങായേ, ഗോപാലായിട്ടൊന്നും നാടല്ല, ഒരു ഫാമിലി ട്രിപ്പ് പോയതാ. ഓണ്ടാ എന്തെങ്കിലും കിട്ടി എനിക്ക്? ഏട്ടന്മാരെ 2 ഓല കിട്ടി. ഇവിടെ ഒന്നും കിട്ടും. ഞാൻ വേറെ സ്ഥലത്തേക്ക് ഞാൻ പോയിക്കോ, 2 ചെരുപ്പിട്ടിക്കോളും. നേരത്തെ 2 ഓലേനി. നിങ്ങളൊന്ന് വെറുപ്പിക്കാൻ നിൽക്കും. ഞാൻ വേറെ എവിടെയെങ്കിലും പോയി മീൻ പിടിക്കാൻ നോക്കട്ടെ. എടാ കുഞ്ഞുട്ടാ, പേരക്ക എന്റെ മോൻ കൊടുക്കാൻ വേണ്ടിട്ടല്ലേ? പുറത്തുനിന്ന് വേണം നല്ലേ. അതാണെങ്കിൽ ഒരു ഉപകാരം എന്താ അറിയോ? മരുന്നടിച്ച സാധനമാണ്. ഈ നിപ്പ വരണ ഈ വവ്വാൾ എന്റെ അടുത്തേക്ക് പോലും എത്തൂല. മനസ്സിലല്ലേ? ഇപ്പൊ നമ്മള് വളമില്ല മറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. നാട്ടിൽ എന്തെങ്കിലും ഒരു സാധനം നിന്നാലും സ്പോട്ടിൽ മരിക്കുകയാണ്. മനസ്സിലാവണ്ട? മരുന്നടിച്ച സാധനം മരിക്കൂല. അത് 100% ഷുവറാണ്. അത് ഞാൻ പറഞ്ഞു. കാലം മാറി മുത്തേ. കാര്യാണ് പറഞ്ഞു പോനെ. അത് ഈ പറഞ്ഞതില് കാര്യം ഇല്ലായൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പോകുന്നേരം നമ്മൾ ആ ശശിയേട്ടന്റെ പീടിയെന്ന് കുറച്ച് പേരൊക്കെ വാങ്ങിക്കാം. എന്തായാലും ഈ 100 ഉറുപ്പ്യ എടുക്ക്, ഞാൻ പിന്നെ തരുന്നുണ്ട്. 100 ഉറുപ്പ്യ. എടാ, ആ പേരൊക്കെ വീട്ടിൽ കൊടുത്തിട്ട് നമ്മളെ ശശിയേട്ടന്റെ പീടിയന്റെ വലിയൊരു കുളല്ലേ, അവിടെ പോയിട്ട് നമുക്ക് ഒരു കുടിയൊക്കെ പാസ്സാക്കാം. മോനെ, ഈ കുളിക്കാനാണോ പോണതെങ്കിൽ മരിക്കാനാണോ പോണേ? അല്ലാടെ കുറെ ചങ്ങായി, ഇത്രയും സമയം ഞാൻ അവിടെ എന്താ പറഞ്ഞേ? എന്തൊരു ചങ്ങായി ആണ്ട, എന്ത് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു വർത്താനം പറയല്ലേ? എന്താ നല്ലതാ പറഞ്ഞത്? ആ എന്നെ കുടിക്കാൻ പോവാണ് കുളത്തില്. വേറെ പണിയില്ല എനിക്ക്. നമ്മളൊക്കെ മുമ്പ് കുടിച്ചാലടാ കൊറേയാലും. എടാ മോനുട്ടാ, ഈ ഇപ്പൊ കുളിക്കാൻ പോകണ്ടോ? കുളിക്കാൻ പോകണ്ടപ്പോ ഏട്ടാ, മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞുള്ള അസുഖം വന്നിട്ട് അവിടെ കുറെ കുട്ടികളൊക്കെ മരിച്ച നിങ്ങൾ അറിഞ്ഞില്ലേ? ഏട്ടന്മാർ എനിക്ക് അവിടുത്തെ കുളത്ത് കുളിച്ച് ചാൻ വയ്യ. എടാ, ചെറിയ പൈതല് പറഞ്ഞ കേട്ടോ. അത്ര പേരിൽ അനക്ക് വിവരില്ലല്ലോ. എന്ത് കയറാ പറഞ്ഞു? ജ്വരാണ്. ചൂണ്ടിട്ടോട്ട് ജ്വരാണത്. തലച്ചോറ് തിന്നുന്ന സാധനമാണ്. നല്ല ഇന്ത്യക്കാരനെ വിളിച്ച് കുളത്തിൽ കുളിച്ച് ടെസ്റ്റിന്റെ അവസ്ഥയായി. എന്താല്ലേ കാലത്തിന്റെ പോക്ക്? ഹിന്ദിക്കാരനൊക്കെ ഇവിടുന്ന് കിട്ടാനാടോ? ഇവിടെ പണിക്ക് വിളിച്ചാൽ കിട്ടാനില്ല. ഓരൊക്കെ ഇവിടുന്ന് പൈസ ഉണ്ടാക്കി പോവല്ലേ. അവർക്കൊക്കെ പണിയുണ്ടോ? പണിയുണ്ട് അല്ല പിന്നെ. എന്ത് വർത്താനുണ്ടോ? പറമ്പളും പണിക്കും പോവല്ലേ? ഈ പോവും, ഞാനും പോവും. വേറെ ആരാടെ നമ്മളെ നാട്ടില് പോണു? നമ്മളെ സുമേഷ് പോവുണ്ടോ? എപ്പോഴെങ്കിലൊക്കെ പോവും. നമ്മളെ ഇപ്പം പോകണ്ട, നമ്മളെ രമേശൻ പോവുണ്ടോ? ഒന്നും വല്ലപ്പോഴൊക്കെ പോവും. ഗോപിയോ? പിന്നെ തീരെ പോവല്ല. പിന്നെ ആരാ പോവല്? എടാ ചെങ്ങായിയെ, ഹിന്ദിക്കാര് ഇതാണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മള് ഹിന്ദിക്കാര് ഇവിടെ ഒന്ന് പൈസ ഉണ്ടാവാണ്. നമ്മളെ അവരുടെ ധീരജ് ഉണ്ടല്ലോ, ഏത് നമ്മളെ സുമേഷിന്റെ അനിയെ, ഓൻ മാത്രം ശരിയായിട്ട് പണിക്ക് പോകുള്ളൂ. എന്താ പണിക്ക് പോകാൻ കാരണം എന്താ? എടാ, ഓന്റെ അമ്മയ്ക്കും അച്ഛനൊന്നും വയ്യ, ഓന് പോണം നിർബന്ധാണ്. മനസ്സിലായി? ഇമ്പക്ക് എത്ര ദിവസം പോയാലും ഇനി ഓവർ ടൈം എടുക്കാൻ ഞാൻ ഇപ്പം മേച്ചിനോട് ചോദിച്ചിരിക്കാണ്. തികയില്ല. ഇവരുടെ ചില ചെക്കന്മാർക്ക് നാട്ടിൽ ആർക്കൊന്നും മേലനങ്ങാൻ വയ്യ. മടി, കുഴിയും മടി. ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആൾക്കാർ പണിക്ക് പോകും. അല്ല, ഓര് ഇവിടുന്ന് പൈസ കൊണ്ടുപോവല്ലേ? എന്താ പറയാ, ശരിയാവല്ലോ.
അത് ആർക്ക് തോന്നും? നമ്മളെ മലയാളികൾക്ക് തോന്നും. കുഴിമടി ഒഴിവാക്കണം. ഉള്ള പൈസ മൊത്തം അന്യ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അതിന്റെ കുറച്ചൊരു ദണ്ണം മുമ്പക്ക് വേണം. അല്ല ആരാന് കൊണ്ടുപോയി കൊടുക്കലല്ല പരിപാടി. ഒരു ഉളുപ്പില്ലാത്ത പരിപാടിയാണ്. എല്ല് മുറിയെ എന്താണ് ഇത് തിന്നണം. എല്ല് മുറിയെ പണിയെടുത്താ പല്ല് മുറിയെ തിന്നണം. എന്താണ് ഫോൺ അടിക്കണ്ടോ? ഇവിടേക്കാണ്ട ഫോൺ ഉണ്ടായിട്ട് ചുറ്റിലടിച്ചോണ്ടതിന്റെ. എന്താ അണ്ടി കാണാൻ പോയിരുന്നു? പ്രാവശ്യം മുൻപ് അടിച്ചു പോയോ? എന്താ പ്രശ്നം? പറയ്. ഇതാണോ ബേജാറാക്കണ്ടേ? എന്നോടാ ചോദിക്കുന്നത്. പറയടാ ഒന്ന്. ഉണ്ണിക്കുട്ടോ എന്തേ നാളെ പണിയുണ്ട് കേട്ടോ. നാളെ പണി ഉണ്ടെന്നോ? നാളെ തിങ്കളാഴ്ച തുടങ്ങേണ്ട പണിയാണ്. ലീവാക്കാൻ നിൽക്കണ്ട. അതൊന്നും ഞായറാഴ്ച ഇല്ലേ? അല്ല തിങ്കളാഴ്ച നമുക്കൊന്ന് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റില്ല. നാളെ തുടങ്ങേണ്ട പണിയാണ്. എന്റെ ചങ്ങായി കൂടെ നേരെ സൈറ്റിലേക്ക് 8 മണിന്റെ മുമ്പ് എത്തണം. 8 മണിക്കോ? അയ്യോ ഞാൻ നോക്കട്ടെ. ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞോളാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നാളെ തുടങ്ങേണ്ട പണിയല്ലേ? ഞങ്ങൾ വാക്ക് കൊടുത്തല്ലേ. ഞങ്ങൾ തീർക്കേണ്ട പണിയാണ്. പെട്ടെന്ന് കൊടുക്കേണ്ട പണിയാണ്. ഓക്കെ ശരി. നശിച്ചോ തിങ്കളാഴ്ച. ആരായി തിങ്കളാഴ്ച കണ്ടുപിടിച്ച്? ആരായാലും കൈ കിട്ടിയല്ലോ. അവന്റെ അമ്മ അടിച്ചോണ്ട് തിരിച്ചാളണോ? ചെറുക്ക വിളിച്ചാളണോ? എടാ നാളെ തിങ്കളാഴ്ചയെ ഒരു മരണമുണ്ട്. പണിക്ക് വരാൻ കയ്യിലുണ്ടാവില്ല. ആരാണ്? മൂത്തമ്മ. എല്ലാ തിങ്കളാഴ്ച എന്റെ മൂത്തമ്മല്ല മരിക്കല്. ഒരു പ്രാവശ്യം എന്നെ മാറ്റി പിടിക്കും. മേളയമാക്കാം. അതാണ് നാളെ പണിക്ക് പോകുമ്പോ നമ്മളാ കെട്ടുങ്ങളെ ഭാഗത്തുനിന്ന് എന്റെ വണ്ടിന്ന് പന്തറാൻ സാധ്യതയുണ്ട്. അത് പ്രശ്നമല്ല. മേശ വിളിച്ച് സെറ്റ് ആയിക്കോളാം. തിങ്കളാഴ്ച ഹോളിഡേ നാളെ പറഞ്ഞേക്കുന്ന ഇവിടെ തന്നെ വന്നില്ല. അല്ല നാളെ കഴിഞ്ഞിട്ട് അല്ല ചൊവ്വാഴ്ച എല്ലാ ദിവസം പണിക്കും. അത് വേണം. വേണം.